പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ പ്രതികരണവുമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. ഇന്നലെ ഉണ്ടായത് അനീതിക്കെതിരായ ജനസഞ്ചയത്തിന്റെ സ്വാഭാവിക പ്രതികരണം മാത്രമെന്ന് സ്വരാജ് പറഞ്ഞു. ഇഡി എന്ന വേട്ടപ്പട്ടിക്ക് മുന്നിൽ പേടിച്ചു പോകുന്ന ആളല്ല പിണറായി വിജയനെന്നും സ്വരാജ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി കന്റോൺമെന്റ് ഹൌസ് ഒഴിയാത്തതിനെയും അദ്ദേഹം വിമർശിച്ചു. എന്തുകൊണ്ടാണ് VD സതീശൻ ക്ലിഫ് ഹൌസിലേക്ക് മാറാത്തത് എന്നായിരുന്നു സ്വരാജിന്റെ ചോദ്യം. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ താമസിക്കാത്തത്? എന്തുകൊണ്ടാണ് കന്റോൺമെന്റ് ഹൗസ് ഒഴിയാത്തത്? ക്ലിഫ് ഹൗസ് ഇപ്പോ അറ്റകുറ്റപ്പണി നടക്കുകയാണത്രേ. മലയാള മനോരമ ചാർത്തിക്കൊടുത്ത പുതിയ പേരാണ് അറ്റകുറ്റപ്പണി. ഇതുവരെ മോടി പിടിപ്പിക്കൽ എന്നായി. അപ്പൊ ഒരുവിധ മോടി പിടിപ്പിക്കലും വേണ്ട എന്ന് നിയുക്ത മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ ശ്രീ VD സതീശൻ പറഞ്ഞു പോലും. അതോടുകൂടി മോടി പിടിപ്പിക്കൽ അവസാനിപ്പിച്ചു. ഇനി അറ്റകുറ്റപ്പണിയാണ്. ജോയ്മോൻ ജോസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോൻ, സ്വരാജ് VD സതീശനെതിരെ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലത്തെ ഈ ഒരു സംഭവ വികാസത്തിൽ എന്താണ് പറയുന്നത്? അതുപോലെ തന്നെ ഈ ക്ലിഫ് ഹൗസ്, കന്റോൺമെന്റ് ഹൗസ്, അതിനെക്കുറിച്ച് എന്താണ് അദ്ദേഹം പറയുന്നത്? സ്വാതി, നമുക്കറിയാം ഇന്നലെയാണ് EDയുടെ ഒരു റെയ്ഡ് പിണറായി വിജയനും അതുപോലെ തന്നെ LDF നേതാക്കളുടെ പല മുഹമ്മദ് റിയാസിന്റെ അടക്കം വീട്ടിൽ പരിശോധന നടത്തുന്നത്. ആ പരിശോധനയ്ക്ക് ശേഷം CPM പ്രവർത്തകരുടെ രോഷപ്രകടനവും അതുപോലെ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. പക്ഷേ ആ നീക്കം അല്ലെങ്കിൽ ആ ഒരു ആക്രമണത്തെ തന്നെയായാലും അത് ജനരോഷത്തിന്റെ സ്വാഭാവികമായ നെറികേടിനുള്ള ജനരോഷത്തിന്റെ സ്വാഭാവികമായ ഒരു പ്രതികരണമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു മറുപടിയായിരുന്നു. അതല്ലാണ്ട് മറിച്ചൊരു ആക്രമണം അവിടെ നടന്നിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ന്യായീകരണം കൂടി ഈ എം സ്വരാജ് നടത്തുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഇത്തരം സംഘം ചേർന്ന ആളുകൾ, ഇത്തരം ആളുകൾ ഈ അനീതിക്കെതിരെ പോരാടി അല്ലെങ്കിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ അതിൽ കുറച്ച് പേർ അല്ലെങ്കിൽ അതിൽ ചില ആളുകൾ നിയന്ത്രണം വിട്ട് ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊരു ആക്രമണം എന്ന് വിളിക്കാൻ പറ്റില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വരാജ് പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയായ VD സതീശനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട മോടി പിടിപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഓരോ ഹൗസിനും, ക്ലിഫ് ഹൗസിന് ഉൾപ്പെടെ പല ലക്ഷങ്ങളുടെ ചിലവ് വരുത്തുന്ന ചിലവ് ആവശ്യപ്പെട്ടുള്ള പണം അനുവദിച്ചിരുന്നു. അല്ലെങ്കിൽ ആ അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി എന്ന് വിശേഷിപ്പിക്കുന്നത്, അതായത് മോടി പിടിപ്പിക്കലെ അറ്റകുറ്റപ്പണി എന്ന് വിശേഷിപ്പിച്ച് ലക്ഷങ്ങൾ ചിലവാക്കി ഒരു ദൂർത്ത് അല്ലെങ്കിൽ കാശിൻ്റെ അല്ലെങ്കിൽ സർക്കാർ പണം ചിലവാക്കുന്നു എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ മുൻപ് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് വീണ്ടും എം സ്വരാജ് ചോദ്യമന അല്ലെങ്കിൽ VD സതീശനെ വീണ്ടും ചോദ്യം ഉന്നയിക്കുന്നത്. ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തില്ല, ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രി മാറാത്ത എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമുക്കറിയാം അവിടെ ഇത്രയും പൈസ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ മോടി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ അറ്റകുറ്റപ്പണി എന്ന് വിശേഷിപ്പിച്ച് അതിലേക്ക് പൈസ മാറ്റിവെച്ച് ആ കാര്യങ്ങൾ നടത്തുകയാണ്. എന്നിട്ട് അതുകൊണ്ടാണ് അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് മാറാത്തുന്ന കാര്യം കൂടി അദ്ദേഹം വിമർശിക്കുന്നത്. എന്തായാലും EDക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ രൂക്ഷ വിമർശനങ്ങളാണ് എം സ്വരാജ് ഇന്ന് കാക്കനാട് നടന്ന പ്രതിഷേധ യോഗത്തിൽ ഉന്നയിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ എന്ത് കണ്ടാലും, അതായത് EDയുടെ വിരട്ടലുകൾ കൊണ്ടോ അല്ലെങ്കിൽ EDയുടെ ഈ നീക്കങ്ങൾ കൊണ്ടോ ഒന്നും ഭയപ്പെടുന്നവരല്ല ഇടതുപക്ഷം. അല്ലെങ്കിൽ തലകുനിച്ച് അല്ലെങ്കിൽ ED വന്നതുകൊണ്ട് അവരുടെ തലകുനിച്ച് ചെന്ന് BJPയിലേക്കോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ്സുകാർ പോയതുപോലെ, അതായത് നമുക്കറിയാം പല ഉദാഹരണങ്ങൾ നിരത്തിയാണ് സ്വരാജ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അതായത് സുവേന്ദു അധികാരിയും അതുപോലെ തന്നെ ആസാമിൻ്റെ ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൻ്റെ മുൻ നേതാക്കളായിരുന്നു. അവരൊക്കെ ED അല്ലെങ്കിൽ അഴിമതി കേസുകളിൽ ED അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് ശേഷം പിന്നീട് BJP പാളയത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ നീക്കം കോൺഗ്രസിലെ പല നേതാക്കൾ ഇത്തരത്തിൽ BJPയിലേക്ക് എത്തി. പക്ഷേ അത്തരത്തിൽ നീക്കങ്ങൾ കൊണ്ടൊന്നും കേരളത്തിൽ അല്ലെങ്കിൽ CPMൽ ഒരു യാതൊരുവിധ അനക്കവും ഉണ്ടാക്കാൻ EDക്ക് സാധിക്കില്ല. അത് ED അയച്ചുവിട്ടവരായാലും അല്ലെങ്കിൽ EDക്ക് പിന്നിലുള്ള ഈ നീക്കത്തിന് പിന്നിൽ ആരായാലും അവരുടെ ഈ പ്രവർത്തികൾ കൊണ്ടൊന്നും CPMന് യാതൊന്നും സംഭവിക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് EDയെ പറഞ്ഞു വിട്ടവർക്കോ പിണറായി വിജയന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല. ഈ കേസിൽ അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ പല വ്യാഖ്യാനങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതേപോലെ പല വ്യാഖ്യാനങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു അല്ലെങ്കിൽ CPM പ്രവർത്തകരുടെ ആക്രമണം, EDക്കാരെ ആക്രമിക്കുന്നു, അതുപോലെ അവരെ കൊലപാതക ശ്രമം ഉൾപ്പെടെ കുറ്റം ചുമത്തുക കാര്യങ്ങൾ കൊലപാതക കുറ്റം ചുമത്തുന്ന സാഹചര്യം വരെ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരമുണ്ടായ ആക്രമണങ്ങളൊക്കെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന ഒരു സമീപനമായിരുന്നു ഇന്ന് എം സ്വരാജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ, അതായത് ഈ കേസ്, അതായത് ഈ മാസപ്പടി കേസിൽ ഇന്നലെ ഉണ്ടായ റെയ്ഡുകളൊക്കെ തന്നെ ആയാലും വലിയൊരു ജനപ്രീതി അല്ലെങ്കിൽ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതിന്റെ വിശദാംശങ്ങളാണ് ജോയ്മോൻ നൽകിയത്. ഇനി